ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 6.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2, അതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇ ആൻഡ് എഫ് ആർ പോയിന്റ്സ് ഓൺ ദ സൈഡ്സ് പി ക്യു ആൻഡ് പി ആർ റെസ്പെക്റ്റീവ്ലി ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പി ക്യു പി ആർ എന്ന് പറയുന്ന സൈഡിലുള്ള രണ്ട് പോയിന്റുകളാണ്, ഒന്ന് ഇ എന്ന് പറയുന്നതും ഒന്ന് എഫ് എന്ന് പറയുന്നതും. ഓക്കെ, for each of the following cases state whether EF parallel to QR. നമ്മൾ അത് വെച്ചിട്ട് ഒരു ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പി ക്യുവിൻ്റെ സൈഡിലാണ് ഇ, പി ആറിൻ്റെ സൈഡിലാണ് എഫ്. ഇനി നമ്മളുടെ ചോദ്യം ഇതാണ്, താഴെ പറയുന്ന ഓരോ സിറ്റുവേഷനിലും ഇ എഫ് പാരലൽ ടു ക്യു ആർ ആണോ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പാരലൽ ആയതുകൊണ്ട് റേഷ്യോ സെയിം ആയിട്ട് എടുത്തു. ഇവിടെ അതിൻ്റെ നേരെ കോൺവേഴ്സ് ആണ് നമ്മൾ എടുക്കുക. റേഷ്യോ സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പം ഞാനിവിടെ ഓരോന്നായിട്ട് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തത് പി ഇ 3.9ഉം ഇ ക്യു, പി ഇ തന്നിട്ടുണ്ട്, ഇ ക്യു തന്നിട്ടുണ്ട്. പേന എവിടെ? പേന. ഓക്കെ, പിന്നെ പി എഫ് തന്നിട്ടുണ്ട്, എഫ് ആർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് തന്നിരിക്കുകയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ റേഷ്യോയിൽ ഇട്ട് കൊടുക്കാം. പി ഇ ബൈ ഇ ക്യു, പി എഫ് ബൈ എഫ് ആർ, അതാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം ഞാൻ പി ഇ ബൈ ഇ ക്യു കാണുകയാണ്. പി ഇ എത്രയാണ്? 3.9. ഇ ക്യു എത്രയാണ്? 3. ഓക്കെ, ഇതിനെ രണ്ടിനെയും നമ്മളൊന്ന് ചെറുതാക്കി 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 3.9 എന്ന് പറയുമ്പോൾ 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 1 3s are 3 കിട്ടും, 3 3s are 9. കണ്ടോ, 0 വരും, 9 അറക്കി എഴുതി, 3 3s are 9, 13 കിട്ടും. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഇല്ലേ, അപ്പോൾ നമ്മളും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ മാറ്റി പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1.3/1 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ നമ്മൾ പി എഫ് ബൈ എഫ് ആറും കാണാൻ പോവാണ്. എന്താണ് പി എഫ് ബൈ എഫ് ആർ? പി എഫ് നമുക്കറിയാം 3.6 ആണ്, എഫ് ആർ 2.4 ആണ്. രണ്ടിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഓരോ നമ്പറാണ്, അപ്പോൾ പോയിന്റ് ഇല്ലാതെ നമുക്ക് എഴുതാം. അങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല, നമുക്ക് അങ്ങനെ എഴുതാം. 36/24. ഓക്കെ, രണ്ടിനെ ഞാൻ ചെറുതാക്കിയത് 12 വെച്ചിട്ടാട്ടോ മക്കളെ. എത്ര വെച്ചിട്ടാ? 12 വെച്ചിട്ടാണ് കേട്ടോ. 36/12 3 ആണ്, 24/12 2 ആണ്. ഒന്ന് 1.3/1 ആണ്, ഒന്ന് 3/2 ആണ്. ഓക്കെ, അപ്പൊ റേഷ്യോ സെയിം ആണോ? അല്ല. റേഷ്യോ സെയിം അല്ലാത്തത് കൊണ്ട് ഈ രണ്ട് ലൈനും എന്തല്ല? പാരലൽ അല്ല. ഇ എഫ് നോട്ട് പാരലൽ ടു ക്യു ആർ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് പാരലൽ ആണോ അല്ലയെന്ന് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ സെയിം ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. റേഷ്യോ സെയിം ആണെങ്കിൽ പാരലൽ ആയിരിക്കും, അല്ലെങ്കിലോ പാരലൽ അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. രണ്ടാമത്തും അതേപോലെ തന്നെ പി ഇ തന്നിട്ടുണ്ട്, ക്യു ഇ തന്നിട്ടുണ്ട്, പി എഫ് തന്നിട്ടുണ്ട്, ആർ എഫ് തന്നിട്ടുണ്ട്. ഞാൻ ഓരോ റേഷ്യോ കാണാൻ പോവാണ്. പി ഇ ബൈ ഇ ക്യു, പി ഇ എത്രയാ? 4. അപ്പൊ 4 ബൈ ഇ ക്യു എത്രയാ? 4.5. പോയിന്റ് കളയണല്ലോ, ഡിനോമിനേറ്ററിൽ മാത്രമേ പോയിന്റ് ഉള്ളൂ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ, താഴെ മേലെയും 10 കൊണ്ട് ഗുണിച്ചു. 4 × 10 40. 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 45. ഇനി 5 കൊണ്ട് കട്ട് ചെയ്തു. 40/5 8ഉം കിട്ടും, 45/5 9ഉം കിട്ടും. അപ്പൊ 8/9. ഇനി ഞാൻ അടുത്ത ആളെ കാണാൻ പോകുന്നുണ്ട്. ആരാ? പി എഫ് ബൈ എഫ് ആർ. പി എഫ് എത്രയാ? 8. എഫ് ആർ എത്രയാ? 9. കണ്ടോ, റേഷ്യോ സെയിം ആയി. ഇവിടെയും 8/9 ആണ് കിട്ടിയത്, ഇവിടെയും 8/9 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് പറയാം പി ഇ ബൈ ഇ ക്യു ഈക്വൽ ടു പി എഫ് ബൈ എഫ് ആർ ആയതുകൊണ്ട് ഇ എഫ് പാരലൽ ടു ക്യു ആർ. റേഷ്യോ സെയിം ആയാൽ ലൈൻസ് പാരലൽ ആകും. ദെൻ തേർഡ് വൺ ശ്രദ്ധിക്കണേ. പി ക്യു ആണ് തന്നിട്ടുള്ളത്, അതേപോലെ തന്നെ പി ആർ ആണ് തന്നിട്ടുള്ളത്, പി ഇ തന്നിട്ടുണ്ട്, പി എഫ് തന്നിട്ടുണ്ട്, എഫ് ആറും തന്നിട്ടില്ല, അതേപോലെ തന്നെ ആരും തന്നിട്ടില്ല? ഇ ക്യൂവും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഞാനിവിടെ എഴുതി പി ക്യു. ആദ്യം നമുക്ക് ഇ ക്യു കാണാം. ഇ ക്യു എങ്ങനെ കാണാം? ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആയ പി ക്യുവിൽ നിന്നും പി ഇ മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ പി ക്യു 1.28 എന്ന് 0.18 മൈനസ് ചെയ്തു. 8 8 പോയാൽ 0, 2 1 പോയാൽ 1, 1 0 പോയാൽ
1. സോ 1.1. അപ്പോൾ PE/EQ ഞാൻ കാണാൻ പോകണ്ട. PE നമുക്കറിയാം എത്രയാ? PE എവിടെ? PE 0.18. ഇതോ 1.1. പോയിന്റ് കളയണല്ലോ അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിൽ ഒരു പോയിന്റ് ഉള്ളു. അപ്പൊ താഴെ മേലെ ഞാൻ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 1.8 ഡിവൈഡഡ് ബൈ താഴെ എത്ര 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു നമ്പറേ ഇപ്പുറത്തോട്ട് മാറുള്ളൂ. ഡിനോമിനേറ്ററിലെ പോയിന്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കളയേണ്ടത് കേട്ടോ. അപ്പൊ ഡിനോമിനേറ്ററിലെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉള്ളൂ. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഒരു നമ്പർ ഇപ്പുറത്തോട്ട് മാറി മക്കളെ. അപ്പൊ 1.8 ആയി. താഴെയോ 1.1 ഇൻറ്റു 10 ചെയ്തപ്പോൾ 11 കിട്ടി. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ കാണാൻ പോവാണ്. FR കാണണം. അതിന് PR എന്ന് PF മൈനസ് ചെയ്താൽ പോരെ. PR നമുക്കറിയാം എത്രയാ? 2.56 എന്ന് 0.36 മൈനസ് ചെയ്യണം. 6 മൈനസ് 6 0, 5 മൈനസ് 3 2 കിട്ടും. 2 മൈനസ് 0 2.2. ഇനി നേരത്തെ പോലെ ഞാൻ ചെയ്യാണ് കേട്ടോ. PF എന്ന് പറയുന്നത് 0.36 ആണ്. FR 2.2 ആണ്. മക്കളെ ഇതും ഞാനൊന്ന് ചെറുതാക്കിട്ടോ. ഒന്നും ഡിനോമിനേറ്ററിലെ പോയിന്റ് കളഞ്ഞ്. ഡിനോമിനേറ്ററിലെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചു കേട്ടോ. താഴെയും മേലെയും ഒരു 10 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ ഒരു പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ട് 0.36 എന്തായി? 3.6 ആയി. ഓക്കെ, 2.2 എന്തായി? 22 ആയി. ഓക്കെ ആണ്. അപ്പോൾ 3.6ഉം 20. രണ്ടിനെ ഞാൻ അങ്ങോട്ട് പകുതിയാക്കി കേട്ടോ. രണ്ടും ഈവൺ നമ്പർ ആണല്ലോ. 3.6 എന്ന് പറഞ്ഞാലും ഈവൺ നമ്പർ ആണ്. 22 എന്ന് പറഞ്ഞാലും ഈവൺ നമ്പർ ആണ്. 3.6ന്റെ പകുതി എത്രയാ? അഥവാ 36ന്റെ പകുതി 18 ആണ് അല്ലേ മക്കളെ? അപ്പൊ 3.6ന്റെ പകുതി എത്രയാ? 1.8 ആണ് അല്ലേ? 22ന്റെ പകുതി എത്രയാ? 11 ആണ്. ഇവിടെ നോക്കിയാൽ മക്കളെ, ഫസ്റ്റത്തെ റേഷ്യോ 1.8/11 ആണ്. രണ്ടാമത്തെ റേഷ്യോ 1.8/11 ആണ്. രണ്ട് റേഷ്യം സെയിം ആണോ? ഫസ്റ്റത്തത് 1.8/11 കിട്ടി. രണ്ടാമത്തതും 1.8. ഫസ്റ്റത്തെ രണ്ട് ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ PQ PE അതിൽ നിന്ന് നമ്മൾ EQ കണ്ടു. PR PF അതിൽ നിന്ന് നമ്മൾ FR എന്നിട്ട് റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.8/11 1.8/11 എന്ന് കിട്ടി. അപ്പൊ റേഷ്യോ സെയിം അല്ലേ? റേഷ്യോ സെയിം ആണെങ്കിൽ ലൈൻസ് എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ഓർത്തോളാം. റേഷ്യോ സെയിം ആയാൽ ലൈൻസ് പാരലൽ ആകും. ലൈൻസ് പാരലൽ ആയാൽ റേഷ്യോ സെയിം ആകും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തത് പാരലൽ ആയതിൽ നിന്നും ലെങ്ത് കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ എക്സസൈസ് 6.2 രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്തത് റേഷ്യോ സെയിം ആയിട്ട് ലൈൻസ് പാരലൽ ആണോ ചെക്ക് ചെയ്യാനാണ്. ഒന്നാമത്തെ നമുക്ക് പാരലൽ അല്ല എന്ന് കിട്ടി. രണ്ടാമത്തോ മൂന്നാമത്തോ നമുക്ക് എന്തായിട്ട് കിട്ടി? പാരലൽ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി എന്താണ്? EF പാരലൽ ടു QR. കാരണം എന്താ? റേഷ്യോ സെയിം ആണ്. ഓക്കെ.